അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരരെ, ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോടായി പറയുകയുണ്ടായി, അയ്യുഹന്നാസ് ഇത്തഖൂ ഹാദ ശിർക്ക്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ഈ ശിർക്കിനെ സൂക്ഷിക്കുക. ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംൽ. കാരണം ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായാണ് ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക. ഇന്നീ കാലത്ത് തിന്മകൾ അധികരിച്ചു വരുന്ന ഈ കാലത്ത് ശിർക്കിനെ എല്ലാവരും നിസാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും വലിയ പാപമാണ് ശിർക്ക് എന്നത്. ഒരു പാപം ചെയ്തിട്ടില്ലാത്ത പാപസുരക്ഷിതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നീ എൻ്റെ മേൽ പങ്കുചേർക്കുന്ന പക്ഷം തീർച്ചയായും നിൻ്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്നത് തന്നെ ചെയ്യും. എത്രമാത്രം ഗൗരവമേറിയ വിഷയമാണ് ശിർക്ക് എന്നത്. ഒരു ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായാണ് ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലം വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നിൽ പങ്കുചേർക്കുന്നതിൽ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അറിയാതെ ശിർക്ക് ചെയ്യുന്നതിൽ ഞാൻ നിന്നോട് പാപമോചനം ചോദിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ശിർക്കിനെ സൂക്ഷിച്ച് ജീവിക്കുക. എല്ലാവരും ഈ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹാദാ മിൻ ഇൻദി അല്ലാഹു അഅലമു ബിസ്സവാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.